NCERT MCQ സീരീസിലേക്ക് സ്വാഗതം. കോൺസ്റ്റിറ്റ്യൂഷനുമായി ബന്ധപ്പെട്ട് പഠിക്കേണ്ട 5ാം ക്ലാസ്സിലെ രണ്ടാമത്തെ ചാപ്റ്ററാണ് നിയമവും സമൂഹവും. കോൺസ്റ്റിറ്റ്യൂഷനുമായി ബന്ധപ്പെട്ട് ആദ്യമായി പഠിക്കേണ്ട ചാപ്റ്റർ ജനങ്ങൾ ജനങ്ങളാലായിരുന്നു. അപ്പോൾ അത് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ ക്ലാസ്സിൻ്റെ ലിങ്ക് മുകളിൽ നൽകിയേക്കാം. ചാപ്റ്ററിൻ്റെ തുടക്കത്തിൽ കുട്ടികൾ കുളങ്കര കളിക്കുന്ന ചിത്രമാണ് നൽകിയിരിക്കുന്നത്. അപ്പോൾ ഏതൊരു പ്രവർത്തനത്തിനും പാലിക്കേണ്ട വ്യവസ്ഥകളും മാർഗനിർദ്ദേശങ്ങളുമാണ് ഈ ചാപ്റ്ററിലൂടെ പഠിക്കുന്നത്. നമ്മുടെ കളികളിലെ വ്യവസ്ഥകൾ എന്നതുപോലെ തന്നെ വിദ്യാലയത്തിൻ്റെ സുഗമമായ പ്രവർത്തനത്തിനും ചില വ്യവസ്ഥകളും മാർഗനിർദ്ദേശങ്ങളും പാലിക്കേണ്ടതുണ്ട്. എന്തൊക്കെയാണ്? സമയക്രമം പാലിക്കുക, സ്കൂൾ യൂണിഫോം ധരിക്കുക തുടങ്ങിയവ. എന്താണ് നിയമം? സ്കൂളിൽ വ്യവസ്ഥകളും മാർഗനിർദ്ദേശങ്ങളും അനുസരിക്കുന്നത് പോലെ സമൂഹത്തിൻ്റെ നിലനിൽപ്പിന് ചില വ്യവസ്ഥകളും മാർഗനിർദ്ദേശങ്ങളും പാലിക്കേണ്ടത് അനിവാര്യമാണ്. സമൂഹത്തിൻ്റെ നിലനിൽപ്പിനും സുഗമമായ പ്രവർത്തനങ്ങൾക്കും വേണ്ടി ഏർപ്പെടുത്തുന്ന അംഗീകരിക്കപ്പെട്ട നിയന്ത്രണങ്ങളും വ്യവസ്ഥകളുമാണ് നിയമം. അപ്പോൾ എന്താണ് നിയമത്തിനുള്ള ഡെഫിനിഷൻ? സമൂഹത്തിൻ്റെ നിലനിൽപ്പിനും സുഗമമായ പ്രവർത്തനങ്ങൾക്കും വേണ്ടി ഏർപ്പെടുത്തുന്ന അംഗീകരിക്കപ്പെട്ട നിയന്ത്രണങ്ങളും വ്യവസ്ഥകളുമാണ് നിയമം. മനുഷ്യർ സാമൂഹിക ജീവികളാണ്. ഓരോ വ്യക്തിക്കും സമൂഹത്തിൽ മെച്ചപ്പെട്ട ജീവിതവും സംരക്ഷണവും ഉറപ്പുവരുത്തുന്നതിന് നിയമങ്ങൾ അനിവാര്യമാണ്. സമൂഹത്തിലെ എല്ലാവരുടെയും ക്ഷേമത്തിന് വേണ്ടിയുള്ളതാണ് നിയമങ്ങൾ. ഒരു സാമൂഹിക കൂട്ടായ്മയിൽ അതിലെ അംഗങ്ങളായ വ്യക്തികളുടെ സ്വഭാവം, പെരുമാറ്റം, പ്രവൃത്തി, സ്വാതന്ത്ര്യം, അവകാശം തുടങ്ങിയവയ്ക്കുമേൽ ചില വ്യവസ്ഥകളും നിയന്ത്രണങ്ങളും ആവശ്യമാണ്. വ്യക്തി താൽപ്പര്യങ്ങൾ സംരക്ഷിക്കപ്പെടുന്നതോടൊപ്പം പൊതു താൽപ്പര്യങ്ങൾക്ക് കൂടി പരിഗണിക്കപ്പെടേണ്ടതുണ്ട്. ഇത്തരം സന്ദർഭങ്ങളിൽ സമൂഹത്തിന് ചില ചിട്ടകൾ ആവശ്യമായി വരുന്നു. ഈ ധർമ്മമാണ് നിയമങ്ങൾ നിർവഹിക്കുന്നത്. നിയമങ്ങൾ പാലിക്കപ്പെടാതിരുന്നാൽ സമൂഹത്തിൽ എന്താണ് സംഭവിക്കുക? നിയമങ്ങൾ പാലിക്കപ്പെടാതിരുന്നാൽ സംഘർഷങ്ങൾ ഉണ്ടാക്കുന്നു. ഇത് സമൂഹത്തിന്റെ നിലനിൽപ്പിനെ അപകടത്തിലാക്കുന്നു. അതിനാൽ നിയമലംഘനം ശിക്ഷാർഹമാണ്. നിയമങ്ങൾ പ്രധാനമായും 2 രീതിയിലാണ് രൂപപ്പെടുന്നത്. ഏതൊക്കെയാണ്? സാമൂഹിക വഴക്കങ്ങളിൽ കൂടി രൂപപ്പെടുന്ന നിയമങ്ങളുമുണ്ട്, വ്യവസ്ഥാപിതമായ സംവിധാനങ്ങൾ വഴി രൂപപ്പെടുത്തുന്ന നിയമങ്ങളുമുണ്ട്. അപ്പോൾ 2 രീതിയിലാണ് നിയമങ്ങൾ പ്രധാനമായും രൂപപ്പെടുന്നത്. ഏതൊക്കെയാണ്? സാമൂഹിക വഴക്കങ്ങളിൽ കൂടി രൂപപ്പെടുന്ന നിയമങ്ങളും വ്യവസ്ഥാപിതമായ സംവിധാനങ്ങൾ വഴി രൂപപ്പെടുത്തുന്ന നിയമങ്ങളും. പ്രാചീന സമൂഹത്തിൽ നിലനിന്നിരുന്ന നിയമങ്ങളെല്ലാം തന്നെ വഴക്കങ്ങളിൽ നിന്ന് രൂപപ്പെട്ടവയാണ്. പ്രാചീന സമൂഹത്തിൽ നിലനിന്നിരുന്ന നിയമങ്ങളെല്ലാം വഴക്കങ്ങളിൽ നിന്ന് രൂപപ്പെട്ടവയാണ്. സാമൂഹിക വഴികൾ. ഒരു പ്രത്യേക സാമൂഹിക സംഘത്തിലോ സംസ്കാരത്തിലോ സ്വീകാര്യമായി കണക്കാക്കപ്പെടുന്ന വിശ്വാസങ്ങൾ, മനോഭാവങ്ങൾ, പെരുമാറ്റങ്ങൾ എന്നിവയുടെ അലിഖിത നിയമങ്ങളാണ് സാമൂഹിക വഴക്കങ്ങൾ. അപ്പോൾ സാമൂഹിക വഴക്കങ്ങൾ എന്താണ്? ഒരു പ്രത്യേക സാമൂഹിക സംഘത്തിലോ സംസ്കാരത്തിലോ സ്വീകാര്യമായി കണക്കാക്കപ്പെടുന്ന വിശ്വാസങ്ങൾ, മനോഭാവങ്ങൾ, പെരുമാറ്റങ്ങൾ എന്നിവയുടെ അലിഖിത നിയമങ്ങളാണ് സാമൂഹിക വഴക്കങ്ങൾ. ഇവ പൊതുവെ കൃത്യമായി എഴുതപ്പെടാത്തവയായിരുന്നു. സാമൂഹിക വഴക്കങ്ങളിൽ കൂടിയും ആചാരങ്ങളിൽ കൂടിയുമായിരുന്നു അവ നടപ്പിലാക്കിയിരുന്നത്. സാമൂഹിക ക്രമങ്ങളുടെ ഭാഗമായി ഉണ്ടായിരുന്ന മിക്ക നിയമങ്ങളും പിന്നീട് മാറ്റപ്പെടുകയോ കാലോചിതമായി പരിഷ്കരിക്കപ്പെടുകയോ ചെയ്തിട്ടുണ്ട്. നിത്യജീവിതത്തിൽ നമുക്ക് പരിചിതമായ നിയമങ്ങൾ ഏതൊക്കെയാണ്? ഗതാഗത നിയമങ്ങൾ, വിദ്യാഭ്യാസ അവകാശ നിയമം, ബാലാവകാശ നിയമം തുടങ്ങിയവയാണ്. ഈ ഒരു ഭാഗത്തു നിന്നും മാക്സിമം എങ്ങനെയെല്ലാം ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുവെന്ന് നോക്കാം. സമൂഹത്തിന്റെ നിലനിൽപ്പിനും സുഗമമായ പ്രവർത്തനങ്ങൾക്കും വേണ്ടി ഏർപ്പെടുത്തുന്ന അംഗീകരിക്കപ്പെട്ട നിയന്ത്രണങ്ങളും വ്യവസ്ഥകളും ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ആൻസർ ഓപ്ഷൻ ബി ആണ്, നിയമമാണ്. അപ്പോൾ നിയമത്തിന്റെ ഡെഫിനിഷനാണ് സമൂഹത്തിന്റെ നിലനിൽപ്പിനും സുഗമമായ പ്രവർത്തനങ്ങൾക്കും വേണ്ടി ഏർപ്പെടുത്തുന്ന അംഗീകരിക്കപ്പെട്ട നിയന്ത്രണങ്ങളും വ്യവസ്ഥകളുമാണ് നിയമം എന്നത്. ക്വസ്റ്റ്യൻ: ഒരു പ്രത്യേക സാമൂഹിക സംഘത്തിലോ സംസ്കാരത്തിലോ സ്വീകാര്യമായി കണക്കാക്കപ്പെടുന്ന വിശ്വാസങ്ങൾ, മനോഭാവങ്ങൾ, പെരുമാറ്റങ്ങൾ എന്നിവയുടെ അലിഖിത നിയമങ്ങളെ ഏത് പേരിൽ വിളിക്കുന്നു? ഏത് പേരിലാണ്? സാമൂഹിക വഴക്കങ്ങൾ എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ഈ അലിഖിത നിയമങ്ങളാണ് സാമൂഹിക വഴക്കങ്ങൾ. ഒരു പ്രത്യേക സാമൂഹിക സംഘത്തിലോ സംസ്കാരത്തിലോ സ്വീകാര്യമായി കണക്കാക്കപ്പെടുന്ന വിശ്വാസങ്ങൾ, മനോഭാവങ്ങൾ, പെരുമാറ്റങ്ങൾ എന്നിവയുടെ അലിഖിത എഴുതി വയ്ക്കപ്പെടാത്ത നിയമങ്ങളാണ് സാമൂഹിക വഴക്കങ്ങൾ എന്നറിയപ്പെടുന്നത്. ക്വസ്റ്റ്യൻ: പ്രാചീന സമൂഹത്തിൽ നിലനിന്നിരുന്ന നിയമങ്ങളെല്ലാം തന്നെ ഏതിൽ നിന്ന് രൂപപ്പെട്ടവയാണ്? ക്വസ്റ്റ്യൻ സിമ്പിൾ ആണ്, എങ്കിലും ഒന്ന് പോസ് ചെയ്ത് വെച്ചതിന് ശേഷം ആൻസർ ചെയ്യാൻ ശ്രമിക്കുക. ആൻസർ ഓപ്ഷൻ സി, വഴക്കങ്ങളിൽ നിന്ന്, പതിവുകളിൽ നിന്നാണ്
പ്രാചീന സമൂഹത്തിൽ നിലനിന്നിരുന്ന നിയമങ്ങളെല്ലാം തന്നെ രൂപപ്പെടുന്നത്. ക്വസ്റ്റ്യൻ: നിയമങ്ങൾ രൂപപ്പെടുന്ന രീതികളിൽ താഴെ നൽകിയിരിക്കുന്നവയിൽ ഉൾപ്പെടുന്നത് ഏതാണ്? എ. സാമൂഹ്യ വഴക്കങ്ങളിലൂടെ രൂപപ്പെടുന്ന നിയമങ്ങൾ. ബി. വ്യവസ്ഥാപിതമായ സംവിധാനങ്ങൾ വഴി രൂപപ്പെടുത്തുന്ന നിയമങ്ങൾ. സി. എയും ബിയും ശരിയാണ്. ഡി. എയും ബിയും ശരിയല്ലാത്തതാണ്. അപ്പോൾ ഇവിടെ ആൻസർ ഏതാണ്? ഓപ്ഷൻ സി ആണ്. എയും ബിയും ഇവിടെ ശരിയാണ്. അപ്പോൾ നിയമങ്ങൾ രണ്ട് രീതിയിലാണ് രൂപപ്പെടുത്തുന്നത്. അപ്പോൾ ഏതൊക്കെയാണ്? സാമൂഹിക വഴക്കങ്ങളിലൂടെ രൂപപ്പെടുന്ന നിയമങ്ങളും വ്യവസ്ഥാപിതമായ സംവിധാനങ്ങൾ വഴി രൂപപ്പെടുത്തുന്ന നിയമങ്ങളുമാണ്. അപ്പോൾ രണ്ട് രീതിയിലാണ് നിയമങ്ങൾ രൂപപ്പെടുന്നത്. ഈ രണ്ട് പോയിന്റ് ഓർത്ത് വയ്ക്കണം. ക്വസ്റ്റ്യൻ: ഒരു നിശ്ചിത ഭൂപ്രദേശത്ത് ഭരണകൂടത്തിന്റെ കീഴിൽ ജീവിക്കുന്ന സംഘടിതമായ സമൂഹത്തെ വിളിക്കുന്ന പേരെന്താണ്? ഓപ്ഷൻ: സമുദായം, രാഷ്ട്രം, ഗ്രാമസഭ, സംസ്കാരം. പഠിച്ചതിന് ശേഷം ആൻസർ ചെയ്യാൻ ശ്രമിക്കാം. ആധുനിക കാലഘട്ടത്തിൽ ഓരോ ഗവൺമെന്റും നിയമനിർമ്മാണ സഭകൾ വഴിയാണ് രാഷ്ട്രത്തിന് ആവശ്യമായ നിയമങ്ങൾ നിർമ്മിക്കപ്പെടുന്നത്. ഇവിടെ ശ്രദ്ധിക്കണം, ആധുനിക കാലഘട്ടത്തിൽ ഓരോ ഗവൺമെന്റും നിയമനിർമ്മാണ സഭകൾ വഴിയാണ് രാഷ്ട്രത്തിന് ആവശ്യമായ നിയമങ്ങൾ നിർമ്മിക്കപ്പെടുന്നത്. ഗവൺമെന്റുകൾ മുൻകൈയെടുത്ത് നിർമ്മിക്കുന്ന നിയമങ്ങൾക്ക് പുറമെ ശക്തമായ പൊതുജനാഭിപ്രായത്തെ തുടർന്നും നിയമനിർമ്മാണ സഭകൾ നിയമങ്ങൾ നിർമ്മിക്കാറുണ്ട്. ഇനി എന്താണ് രാഷ്ട്രമെന്ന് പഠിക്കാം. ഒരു നിശ്ചിത ഭൂപ്രദേശത്ത് ഭരണകൂടത്തിന്റെ കീഴിൽ ജീവിക്കുന്ന സംഘടിതമായ സമൂഹത്തെയാണ് രാഷ്ട്രം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഇതായിരുന്നു നമ്മുടെ ക്വസ്റ്റ്യൻ. ഒരു നിശ്ചിത ഭൂപ്രദേശത്ത് ഭരണകൂടത്തിന്റെ കീഴിൽ ജീവിക്കുന്ന സംഘടിതമായ സമൂഹത്തെയാണ് രാഷ്ട്രം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ജനസംഖ്യ, ഭൂപ്രദേശം, ഗവൺമെന്റ്, പരമാധികാരം എന്നിവയാണ് രാഷ്ട്രത്തിന്റെ ഘടകങ്ങൾ. അപ്പോൾ രാഷ്ട്രത്തിന്റെ ഘടകങ്ങൾ ഏതൊക്കെയാണ്? ജനസംഖ്യ, ഭൂപ്രദേശം, ഗവൺമെന്റ്, പരമാധികാരം എന്നിവയാണ് രാഷ്ട്രത്തിന്റെ ഘടകങ്ങൾ. ക്വസ്റ്റ്യൻ: ഒരു നിശ്ചിത ഭൂപ്രദേശത്ത് ഭരണകൂടത്തിന്റെ കീഴിൽ ജീവിക്കുന്ന സംഘടിതമായ സമൂഹത്തെ വിളിക്കുന്ന പേരെന്താണ്? രാഷ്ട്രമെന്നാണ്. ഒരു രാഷ്ട്ര രൂപീകരണത്തിന് ആകെ എത്ര പ്രധാന ഘടകങ്ങളാണുള്ളത്? എത്ര ഘടകങ്ങളാണുള്ളത്? 4 ഘടകങ്ങളാണുള്ളത്. ഏതൊക്കെയാണ് ഘടകങ്ങൾ? ജനസംഖ്യ, ഭൂപ്രദേശം, ഗവൺമെന്റ്, പരമാധികാരം. ഓർത്തു വയ്ക്കണം. ഒരു രാഷ്ട്ര രൂപീകരണത്തിന് എത്ര പ്രധാന ഘടകങ്ങളാണുള്ളത്? 4 ഘടകങ്ങളാണുള്ളത്. ജനസംഖ്യ, ഭൂപ്രദേശം, ഗവൺമെന്റ്, പരമാധികാരം. ക്വസ്റ്റ്യൻ: വിവരസാങ്കേതിക വിദ്യ ഉപയോഗിച്ചിട്ടുള്ള ഇടപാടുകൾക്ക് നിയമപരമായ അംഗീകാരവും സുരക്ഷിതത്വവും ഉറപ്പുവരുത്തുന്നതിനായി ഇന്ത്യയിൽ നിലവിൽ വന്ന നിയമം ഏതാണ്? പഠിച്ചതിന് ശേഷം നമുക്ക് ആൻസർ ചെയ്യാം. സൈബർ ലോകവുമായി ബന്ധപ്പെട്ട് പത്രങ്ങളിലൊക്കെ വന്ന വാർത്തകളാണ് കൊടുത്തിട്ടുള്ളത്. സൈബർ തട്ടിപ്പ്, വിദേശ പൗരൻ അറസ്റ്റിൽ, ഓൺലൈൻ ഇടപാട് നടത്തുന്നവർക്ക് ലക്കി കൂപ്പൺ അയച്ച് തട്ടിപ്പ്, ജാഗ്രത പാലിക്കുക. വീഡിയോ കോളിലും വ്യാജൻ, സുഹൃത്തിന്റെ മുഖം കാണിച്ച് പണം തട്ടി, വ്യാജ സാമൂഹിക മാധ്യമ പ്രൊഫൈൽ ഉപയോഗിച്ച് സാമ്പത്തിക തട്ടിപ്പ്. വാർത്താ തലക്കെട്ടുകൾ വായിച്ചില്ലേ? നവമാധ്യമങ്ങളിലൂടെ നിരവധി തട്ടിപ്പുകളാണ് നടക്കുന്നത്. അപ്പോൾ ഇവ നിയന്ത്രിക്കാൻ നിയമങ്ങളുണ്ടോ? ഇന്റർനെറ്റ് ഗെയിമുകൾ, മൊബൈൽ ആപ്പുകൾ, ഓൺലൈൻ സേവനങ്ങൾ എന്നിവയിൽ ധാരാളം തട്ടിപ്പുകൾ നടക്കുന്നുണ്ട്. ഇത്തരം സാഹചര്യങ്ങളിൽ നിന്ന് സംരക്ഷണം ലഭിക്കുന്നതിന് വേണ്ടി ആവിഷ്കരിച്ച നിയമമാണ് വിവരസാങ്കേതിക വിദ്യാ നിയമം 2000. അപ്പോൾ വിവരസാങ്കേതിക വിദ്യാ നിയമം വർഷം ഓർത്തു വയ്ക്കണം, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 2000 ആണ്. അപ്പോൾ ഇതുപോലെ ജനങ്ങളുടെ സംരക്ഷണത്തിന് വേണ്ടി പല വിധത്തിലുള്ള നിയമങ്ങൾ നിലവിലുണ്ട്. വിവരസാങ്കേതിക വിദ്യാ നിയമം 2000 വിവരസാങ്കേതിക വിദ്യ ഉപയോഗിച്ചുള്ള ഇടപാടുകൾക്ക് നിയമപരമായ അംഗീകാരവും സുരക്ഷിതത്വവും ഉറപ്പുവരുത്തുന്നതിനായി നിലവിൽ വന്ന നിയമമാണ് വിവരസാങ്കേതിക വിദ്യാ നിയമം 2000. അപ്പോൾ സൈബർ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്നവർക്ക് കർശനമായ ശിക്ഷയാണ് ഈ നിയമത്തിൽ വ്യവസ്ഥ ചെയ്തിരിക്കുന്നത്. ക്വസ്റ്റ്യൻ്റെ ആൻസർ നോക്കാമല്ലോ. വിവരസാങ്കേതിക വിദ്യ ഉപയോഗിച്ചിട്ടുള്ള ഇടപാടുകൾക്ക് നിയമപരമായ അംഗീകാരവും സുരക്ഷിതത്വവും ഉറപ്പുവരുത്തുന്നതിനായി ഇന്ത്യയിൽ നിലവിൽ വന്ന നിയമം ഏതാണ്? വിവരസാങ്കേതിക വിദ്യാ നിയമം 2000, IT ആക്ട് 2000. ഇന്ത്യയിൽ ബാലവേല നിരോധന നിയമം നിലവിൽ വന്ന വർഷം ഏതാണ്? പഠിച്ചതിന് ശേഷം ആൻസർ ചെയ്യാം. കുട്ടികളും അവകാശങ്ങളും. ബാലവേല നിരോധന നിയമം ലംഘിച്ചു, ഹോട്ടൽ ഉടമയ്ക്കെതിരെ കേസെടുത്തു. ബാലനീതി നിയമം നിലവിൽ വന്നതോടെ കുട്ടികൾക്കെതിരെയുള്ള കുറ്റകൃത്യങ്ങൾ കുറഞ്ഞു, സർവേ റിപ്പോർട്ട്. വിദ്യാഭ്യാസ അവകാശ നിയമം പ്രാബല്യത്തിൽ. ശൈശവ വിവാഹ നിരോധന നിയമം നിലവിൽ വന്നു. അപ്പോൾ ഇതിലൂടെ ഏതൊക്കെ നിയമങ്ങളാണുള്ളത്? ബാലവേല നിരോധന നിയമം, ബാലനീതി നിയമനം, വിദ്യാഭ്യാസ അവകാശ നിയമം, ശൈശവ വിവാഹ നിരോധന നിയമം.
അപ്പോൾ വാർത്താ തലക്കെട്ടുകളുടെ കൊളാഷ് ശ്രദ്ധിക്കൂ. ഏതെല്ലാം നിയമങ്ങളാണ് ഇതിൽ സൂചിപ്പിക്കുന്നത്? ഏതൊക്കെ നിയമങ്ങളാണുള്ളത്? ബാലവേല നിരോധന നിയമം പറയുന്നുണ്ട്, വിദ്യാഭ്യാസ അവകാശ നിയമം, ബാലനീതി നിയമം, ശൈശവ വിവാഹ നിരോധന നിയമം. സുരക്ഷിതമായ ബാല്യം ഓരോ കുട്ടിയുടെയും അവകാശമാണ്. സുരക്ഷ മുൻനിർത്തി ഇന്ത്യൻ ഭരണഘടന കുട്ടികൾക്ക് ചില അവകാശങ്ങൾ ഉറപ്പു നൽകുന്നുണ്ട്. ഇതുകൂടാതെ ബാലാവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനായി നിരവധി നിയമങ്ങളും സംവിധാനങ്ങളും നിലവിലുണ്ട്. ബാലവേല നിരോധന നിയമം 1986, വർഷം ഓർത്തു വെക്കണം. ബാലവേല നിരോധന നിയമം എന്നാണ് 1986 ബാലവേല നിരോധന നിയമം. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 1986 ബാലവേല നിരോധന നിയമം. 14 വയസ്സിന് താഴെയുള്ള കുട്ടികളെ ജോലിക്ക് നിയമിക്കുന്നത് കുറ്റകരമാണ് എന്നതാണ് ബാലവേല നിരോധന നിയമം 1986 പറഞ്ഞിരിക്കുന്നത്. ഈ വയസ്സ് ഓർത്തു വയ്ക്കണം. 14 വയസ്സിന് താഴെയുള്ള കുട്ടികളെയാണ് ജോലിക്ക് നിയമിക്കുന്നത് കുറ്റകരമാണെന്ന് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് എക്സാമിന് ചിലപ്പോൾ തെറ്റിപ്പോവാൻ സാധ്യതയുള്ളതാണ്. 14 വയസ്സ് ഇവിടെ ഓർത്തു വയ്ക്കണം. 14 വയസ്സിന് താഴെയുള്ള കുട്ടികളെ ജോലിക്ക് നിയമിക്കുന്നതാണ് കുറ്റകരമെന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇന്ത്യയിൽ ബാലവേല നിരോധന നിയമം നിലവിൽ വന്ന വർഷം ഏതാണ്? 1986. ബാലവേല നിരോധന നിയമം 1986 പ്രകാരം എത്ര വയസ്സിന് താഴെയുള്ള കുട്ടികളെ ജോലിക്ക് നിയമിക്കുന്നതാണ് കുറ്റകരമായി കണക്കാക്കുന്നത്? 14 വയസ്സ്. വിദ്യാഭ്യാസ അവകാശ നിയമം വർഷം 2009. വിദ്യാഭ്യാസ അവകാശ നിയമം വർഷം ഏതാണ്? 2009. അപ്പോൾ 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സൗജന്യവും നിർബന്ധിതവുമായ പ്രാഥമിക വിദ്യാഭ്യാസം ഉറപ്പു നൽകുന്നു. അപ്പോൾ വിദ്യാഭ്യാസ അവകാശ നിയമം 2009 പറഞ്ഞിരിക്കുന്നത് എന്താണ്? 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സൗജന്യവും നിർബന്ധിതവുമായ പ്രാഥമിക വിദ്യാഭ്യാസം ഉറപ്പു നൽകുന്നു. ഓർത്തു വയ്ക്കണം. ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ കുട്ടികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി ദേശീയ തലത്തിൽ ദേശീയ ബാലാവകാശ സംരക്ഷണ കമ്മീഷനും സംസ്ഥാന തലത്തിൽ സംസ്ഥാന ബാലാവകാശ സംരക്ഷണ കമ്മീഷനും പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ കുട്ടികളുടെ അവകാശം സംരക്ഷിക്കാൻ വേണ്ടി ദേശീയ തലത്തിലുമുണ്ട്, സംസ്ഥാന തലത്തിലുമുണ്ട്. ദേശീയ തലത്തിൽ ദേശീയ ബാലാവകാശ സംരക്ഷണ കമ്മീഷനും സംസ്ഥാന തലത്തിലാണെങ്കിൽ സംസ്ഥാന ബാലാവകാശ സംരക്ഷണ കമ്മീഷനുമാണ് പ്രവർത്തിക്കുന്നത്. ക്വസ്റ്റ്യൻ: ഇന്ത്യയിൽ വിദ്യാഭ്യാസ അവകാശ നിയമം നിലവിൽ വന്ന വർഷം ഏതാണ്? 2009. ക്വസ്റ്റ്യൻ: വിദ്യാഭ്യാസ അവകാശ നിയമം 2009 പ്രകാരം ഏത് പ്രായത്തിലുള്ള കുട്ടികൾക്കാണ് സൗജന്യവും നിർബന്ധിതവുമായ പ്രാഥമിക വിദ്യാഭ്യാസം ഉറപ്പു നൽകുന്നത്? ആൻസർ: 6 മുതൽ 14 വയസ്സ് വരെ. കുട്ടികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി ദേശീയ തലത്തിൽ പ്രവർത്തിക്കുന്ന സംവിധാനം ഏതാണ്? ദേശീയ ബാലാവകാശ സംരക്ഷണ കമ്മീഷനാണ്. ക്വസ്റ്റ്യൻ: സുരക്ഷിത ബാല്യം ഉറപ്പുവരുത്തുന്നതിനായി 2015 നിലവിൽ വന്ന നിയമം ഏതാണ്? ഓപ്ഷൻസ്: ബാലവേല നിരോധന നിയമം, വിദ്യാഭ്യാസ അവകാശ നിയമം, ബാലനീതി നിയമം, വിവര സാങ്കേതിക വിദ്യാ നിയമം. ബാലനീതി നിയമം 2015. അപ്പോൾ വർഷം ഓർത്തു വയ്ക്കണം. ബാലനീതി നിയമം വർഷം ഏതാണ്? 2015. സുരക്ഷിത ബാല്യം ഉറപ്പുവരുത്തുന്നതിനായി 2015 നിലവിൽ വന്ന നിയമമാണ് ബാലനീതി നിയമം. കുട്ടികളെ ഉപദ്രവിക്കുക, അവഗണിക്കുക, ഭിക്ഷാടനത്തിന് ഉപയോഗിക്കുക, അടിമവേല ചെയ്യിക്കുക, ലഹരി വസ്തുക്കൾ നൽകുക, അതിൻ്റെ വിൽപ്പനയ്ക്കായി കുട്ടികളെ ഉപയോഗിക്കുക തുടങ്ങിയവ ഈ നിയമമനുസരിച്ച് ശിക്ഷാർഹമാണ്. ഇത്തരം അവകാശ ലംഘനങ്ങൾ ഉണ്ടായാൽ സംസ്ഥാന ബാലാവകാശ സംരക്ഷണ കമ്മീഷനെ സമീപിക്കാവുന്നതാണ്. ക്വസ്റ്റ്യൻ: സുരക്ഷിത ബാല്യം ഉറപ്പുവരുത്തുന്നതിനായി 2015 നിലവിൽ വന്ന നിയമം ഏതാണ്? ബാലനീതി നിയമമാണ്. ബാലനീതി നിയമപ്രകാരം താഴെ പറയുന്നവയിൽ ശിക്ഷാർഹമായ കുറ്റങ്ങൾ ഏതെല്ലാമാണ്? കുട്ടികളെ ഉപദ്രവിക്കുകയോ അവഗണിക്കുകയോ ചെയ്യുക, കുട്ടികളെ ഭിക്ഷാടനത്തിനും അടിമവേലയ്ക്കും ഉപയോഗിക്കുക, ലഹരി വസ്തുക്കൾ നൽകുകയോ അതിൻ്റെ വിൽപ്പനയ്ക്കായി കുട്ടികളെ ഉപയോഗിക്കുകയോ ചെയ്യുക, മുകളിൽ പറഞ്ഞവയെല്ലാം. അപ്പോൾ ഇവിടുത്തെ ആൻസർ ഏതാണ്? ഓപ്ഷൻ ഡി ആണ്. മുകളിൽ പറഞ്ഞവയെല്ലാമാണ്. ക്വസ്റ്റ്യൻ: എല്ലാ വർഷവും ഏത് ദിവസമാണ് ലോക ബാലാവകാശ സംരക്ഷണ ദിനമായിട്ട് ആചരിക്കുന്നത്? ഈ 2 ഡേറ്റും പഠിച്ചു വയ്ക്കണം. നവംബർ 20 ലോക ബാലാവകാശ സംരക്ഷണ ദിനം. നവംബർ 20 ലോക ബാലാവകാശ സംരക്ഷണ ദിനം. ജൂൺ 12 ബാലവേല വിരുദ്ധ ദിനമാണ്. ജൂൺ 12 ബാലവേല വിരുദ്ധ ദിനം. ഈ ചൈൽഡ് ഹെൽപ്പ് ലൈൻ നമ്പർ 1098 ആണ്.
ചൈൽഡ് ഹെൽപ്പ് ലൈൻ നമ്പർ എത്രയാണ്? 1098. 1098 ആണ് ചൈൽഡ് ഹെൽപ്പ് ലൈൻ നമ്പർ. അപ്പോൾ ഇവിടുത്തെ ആൻസർ നോക്കാം. എല്ലാ വർഷവും ഏത് ദിവസമാണ് ലോക ബാലാവകാശ സംരക്ഷണ ദിനമായിട്ട് ആചരിക്കുന്നത്? നവംബർ 20 ആണ്. ക്വസ്റ്റ്യൻ, ബാലവേല വിരുദ്ധ ദിനമായി ആചരിക്കുന്നത് ഏത് ദിവസമാണ്? ജൂൺ 12 ആണ് ബാലവേല വിരുദ്ധ ദിനം. ഓർത്തു വയ്ക്കണം, ജൂൺ 12 ആണ് ബാലവേല വിരുദ്ധ ദിനമായിട്ട് ആചരിക്കുന്നത്. കുട്ടികളുടെ അവകാശ സംരക്ഷണത്തിനും അടിയന്തര സഹായങ്ങൾക്കുമായി ചൈൽഡ് ഹെൽപ്പ് ലൈൻ നമ്പർ ഏതാണ്? 1098 ആണ്. 1098 ആണ് ചൈൽഡ് ഹെൽപ്പ് ലൈൻ നമ്പർ. ക്വസ്റ്റ്യൻ, കുട്ടികൾക്കെതിരെയുള്ള ലൈംഗിക അതിക്രമങ്ങളിൽ നിന്ന് ലിംഗപദവി വ്യത്യാസമില്ലാതെ അവരെ സംരക്ഷിക്കുന്നതിനായി ഇന്ത്യയിൽ നിലവിൽ വന്ന നിയമം ഏതാണ്? ബാലനീതി നിയമം 2015, പോക്സോ ആക്ട് 2012, വിവര സാങ്കേതിക വിദ്യാ നിയമം 2000, വിദ്യാഭ്യാസ അവകാശ നിയമം 2009. പോക്സോ ആക്ട് 2012. പോക്സോ ആക്ട് 2012 ആണ് വർഷം. അപ്പോൾ പൂർണ്ണരൂപം എന്താണ്? പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻസ് ഫ്രം സെക്ഷൽ ഒഫൻസസ് ആക്ട് 2012. പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻസ് ഫ്രം സെക്ഷൽ ഒഫൻസസ് ആക്ട്. അപ്പോൾ ലിംഗപദവി വ്യത്യാസമില്ലാതെ കുട്ടികൾക്കെതിരെയുള്ള ലൈംഗിക അതിക്രമങ്ങളിൽ നിന്ന് അവരെ സംരക്ഷിക്കുന്നതിനായി നിലവിൽ വന്ന നിയമമാണ് പോക്സോ ആക്ട്. ലൈംഗിക കുറ്റകൃത്യങ്ങളിൽ നിന്നും കുട്ടികളെ സംരക്ഷിക്കുന്നതിനുള്ള നിയമമാണ് പോക്സോ ആക്ട് 2012. അന്താരാഷ്ട്ര തലത്തിൽ 1989 നിലവിൽ വന്ന കുട്ടികളുടെ അവകാശ ഉടമ്പടിയെ അംഗീകരിച്ചുകൊണ്ടാണ് ഇന്ത്യ ഗവൺമെന്റ് ഈ നിയമം നടപ്പിലാക്കിയിട്ടുള്ളത്. അപ്പോൾ ലിംഗപദവി വ്യത്യാസമില്ലാതെ കുട്ടികൾക്കെതിരെയുള്ള ലൈംഗിക അതിക്രമങ്ങളിൽ നിന്ന് അവരെ സംരക്ഷിക്കുന്നതിനായി നിലവിൽ വന്ന നിയമമാണ് പോക്സോ ആക്ട് 2012. ലൈംഗിക കുറ്റകൃത്യങ്ങളിൽ നിന്നും കുട്ടികളെ സംരക്ഷിക്കുന്നതിനുള്ള നിയമമാണ്. അന്താരാഷ്ട്ര തലത്തിൽ 1989 നിലവിൽ വന്ന കുട്ടികളുടെ അവകാശ ഉടമ്പടിയെ അംഗീകരിച്ചുകൊണ്ടാണ് ഇന്ത്യ ഗവൺമെന്റ് ഈ നിയമം നടപ്പിലാക്കിയിട്ടുള്ളത്. ക്വസ്റ്റ്യൻ, കുട്ടികൾക്കെതിരെയുള്ള ലൈംഗിക അതിക്രമങ്ങളിൽ നിന്ന് ലിംഗപദവി വ്യത്യാസമില്ലാതെ അവരെ സംരക്ഷിക്കുന്നതിനായി ഇന്ത്യയിൽ നിലവിൽ വന്ന നിയമം ഏതാണ്? പോക്സോ ആക്ട് 2012 ആണ്. പോക്സോ എന്നതിന്റെ പൂർണ്ണ രൂപം എന്താണ്? പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻസ് ഫ്രം സെക്ഷൽ ഒഫൻസസ് ആക്ട്. പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻസ് ഫ്രം സെക്ഷൽ ഒഫൻസസ് ആക്ട് എന്നതാണ് പോക്സോയുടെ പൂർണ്ണ രൂപം. അന്താരാഷ്ട്ര തലത്തിൽ കുട്ടികളുടെ അവകാശ ഉടമ്പടി നിലവിൽ വന്ന വർഷം ഏതാണ്? 1989 അന്താരാഷ്ട്ര തലത്തിൽ കുട്ടികളുടെ അവകാശ ഉടമ്പടി നിലവിൽ വന്നത് 1989. താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏതാണ്? പോക്സോ നിയമം പെൺകുട്ടികൾക്ക് മാത്രമായിട്ടുള്ളതൊന്നാണ്. തെറ്റാണ്. ലിംഗപദവി വ്യത്യാസമില്ലാതെ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഒരുപോലെ ലൈംഗിക അതിക്രമങ്ങളിൽ നിന്ന് സംരക്ഷണം നൽകുന്ന നിയമമാണ് പോക്സോ ആക്ട് 2012. അപ്പോൾ അത് ശരിയായ ഓപ്ഷനാണ്. ക്വസ്റ്റ്യൻ, നിയമവാഴ്ച എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ്? ഓപ്ഷൻസ്: നിയമം ഉറപ്പാക്കുന്ന തുല്യ സംരക്ഷണം അനുഭവിച്ച് അവയ്ക്ക് വിധേയപ്പെട്ട് ജീവിക്കുന്ന സാഹചര്യം, ആർക്കും എങ്ങനെയെങ്കിലും ജീവിക്കാനുള്ള പരമമായ സ്വാതന്ത്ര്യം, ജനാധിപത്യം പൂർണ്ണമായി ഇല്ലാതാക്കുന്ന അവസ്ഥ, കേവലം ട്രാഫിക് നിയമങ്ങൾ മാത്രം പാലിക്കുന്ന രീതി. നിയമവാഴ്ച. വ്യത്യസ്തങ്ങളായ നിയമങ്ങൾ നമ്മൾ പരിചയപ്പെട്ടല്ലോ. ഈ നിയമങ്ങൾക്ക് വിധേയപ്പെടുന്നത് കൊണ്ടാണ് നമ്മുടെ സാമൂഹിക ജീവിതം സുഗമമായി മുന്നോട്ട് പോകുന്നത്. നിയമത്തിന് മുന്നിൽ എല്ലാ പൗരരും തുല്യരാണ്. നിയമം ഉറപ്പാക്കുന്ന തുല്യ സംരക്ഷണം അനുഭവിച്ച് അവയ്ക്ക് വിധേയപ്പെട്ട് ജീവിക്കുന്ന സാഹചര്യമാണ് നിയമവാഴ്ച. അപ്പോൾ എന്താണ് നിയമവാഴ്ച? നിയമം ഉറപ്പാക്കുന്ന തുല്യ സംരക്ഷണം അനുഭവിച്ചു അവയ്ക്ക് വിധേയപ്പെട്ട് ജീവിക്കുന്ന സാഹചര്യമാണ് നിയമവാഴ്ച. ക്രമസമാധാന പാലനമാണ് പോലീസിന്റെ ചുമതല. തർക്കങ്ങൾ പരിഹരിക്കുന്നതിനും ശിക്ഷ വിധിക്കുന്നതിനുമുള്ള അധികാരം കോടതികൾക്കാണ്. ഇപ്പോൾ ക്രമസമാധാന പാലനമാണ് പോലീസിന്റെ ചുമതല. തർക്കങ്ങൾ പരിഹരിക്കുന്നതും ശിക്ഷ വിധിക്കുന്നതും ആരാണ്? കോടതികൾക്കാണ് അധികാരം. അപ്പോൾ നിയമവാഴ്ച എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ്? ആൻസർ ഓപ്ഷൻ എ ആണ്. നിയമം ഉറപ്പാക്കുന്ന തുല്യ സംരക്ഷണം അനുഭവിച്ച് അവയ്ക്ക് വിധേയപ്പെട്ട് ജീവിക്കുന്ന സാഹചര്യമാണ് നിയമവാഴ്ച എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ക്വസ്റ്റ്യൻ, കേരള സംസ്ഥാനത്തെ ഏറ്റവും ഉയർന്ന കോടതിയായ ഹൈക്കോടതി സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? നമുക്കറിയാവുന്ന ക്വസ്റ്റ്യൻ ആണ്. വായിച്ചതിന് ശേഷം ആൻസർ ചെയ്യും. കേരള ഹൈക്കോടതി സംസ്ഥാനത്തെ ഏറ്റവും ഉയർന്ന കോടതിയാണ് ഹൈക്കോടതി. അപ്പോൾ സംസ്ഥാനത്തെ ഏറ്റവും ഉയർന്ന കോടതി ഏതാണ്? ഹൈക്കോടതിയാണ്. എറണാകുളത്താണ് കേരള ഹൈക്കോടതി സ്ഥിതി ചെയ്യുന്നത്. കേരള ഹൈക്കോടതി സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? എറണാകുളത്താണ്.
ഇനി ഇന്ത്യയുടെ പരമോന്നത കോടതിയാണ് സുപ്രീം കോടതി. ഇന്ത്യയുടെ പരമോന്നത കോടതി ഏതാണ്? സുപ്രീം കോടതിയാണ്. ന്യൂഡൽഹിയിലാണ് സുപ്രീം കോടതി സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ന്യൂഡൽഹിയിലാണ് സുപ്രീം കോടതി സ്ഥിതി ചെയ്യുന്നത്. എറണാകുളത്താണ് കേരള ഹൈക്കോടതി സ്ഥിതി ചെയ്യുന്നത്. കേരള സംസ്ഥാനത്തെ ഏറ്റവും ഉയർന്ന കോടതിയായ ഹൈക്കോടതി സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? എറണാകുളത്താണ്. ഇനി താഴെ പറയുന്ന പ്രസ്താവനകളിൽ തെറ്റായ പ്രസ്താവന ഏതാണ്? ഇന്ത്യയുടെ പരമോന്നത കോടതിയാണ് സുപ്രീം കോടതി. ഇത് ശരിയായ പ്രസ്താവനയാണ്. സംസ്ഥാനത്തെ ഏറ്റവും ഉയർന്ന കോടതിയാണ് ഹൈക്കോടതി. അതും ശരിയാണ്. തർക്കങ്ങൾ പരിഹരിക്കുന്നതും ശിക്ഷ വിധിക്കുന്നതും പോലീസിന്റെ പ്രധാന ചുമതലയാണ്. അപ്പോൾ അത് തെറ്റാണ്. അതെവിടുത്തെ ചുമതലയാണ്? കോടതിയുടെ ചുമതലയാണ്. കേരള ഹൈക്കോടതി സ്ഥിതി ചെയ്യുന്നത് എറണാകുളത്താണ്. ഇതും ശരിയാണ്. അപ്പോൾ ഇവിടുത്തെ ആൻസർ ഓപ്ഷൻ സി ആണ് ഇവിടെ തെറ്റായിട്ടുള്ളത്. ക്വസ്റ്റ്യൻ: കോടതികളുടെ മുഖ്യ ചുമതല എന്താണ്? ഓപ്ഷൻ: പുതിയ നിയമങ്ങൾ നിർമ്മിക്കുക, നിയമത്തിന്റെ പരമാധികാരം ഉറപ്പുവരുത്തുക, തിരഞ്ഞെടുപ്പുകൾ നിയന്ത്രിക്കുക, നികുതികൾ പിരിച്ചെടുക്കുക. സുപ്രീം കോടതിയും ഹൈക്കോടതികളും കൂടാതെ വിവിധ തരം കോടതികൾ നമ്മുടെ രാജ്യത്ത് പ്രവർത്തിക്കുന്നുണ്ട്. കോടതികളുടെ ശ്രേണീഘടനയാണ് ഈ കൊടുത്തിരിക്കുന്നത്. സുപ്രീം കോടതിയാണ് ഏറ്റവും മുകളിലുള്ള കോടതി. പിന്നെ ഹൈക്കോടതി, ജില്ലാ കോടതി, കീഴ്ക്കോടതികൾ. നിയമത്തിന്റെ പരമാധികാരം ഉറപ്പുവരുത്തുക എന്നതാണ് കോടതികളുടെ മുഖ്യ ചുമതല. കോടതികളുടെ മുഖ്യ ചുമതല എന്താണ്? നിയമത്തിന്റെ പരമാധികാരം ഉറപ്പുവരുത്തുക എന്നതാണ് കോടതികളുടെ മുഖ്യ ചുമതല. നിയമങ്ങൾ പാലിക്കുന്നത് കൊണ്ടാണ് നമ്മുടെ സാമൂഹിക ജീവിതം സാധ്യമാകുന്നത്. ഇത് തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കേണ്ടത് നാം ഓരോരുത്തരുടെയും കടമയാണ്. അപ്പോൾ കോടതികളുടെ മുഖ്യ ചുമതല എന്താണ്? നിയമത്തിന്റെ പരമാധികാരം ഉറപ്പുവരുത്തുക എന്നതാണ് കോടതികളുടെ മുഖ്യ ചുമതല. ഇത്രയുമാണ് ഈ ചാപ്റ്ററിൽ നിന്ന് നമുക്ക് പഠിക്കേണ്ടത്. കോൺസ്റ്റിറ്റ്യൂഷനുമായി ബന്ധപ്പെട്ട ചാപ്റ്റേഴ്സ് കോൺസ്റ്റിറ്റ്യൂഷൻ SCRT എന്ന പ്ലേലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ എല്ലാ SCRT ചാപ്റ്റേഴ്സും SCRT MCQ സീരീസ് എന്ന കോഴ്സിൽ അവൈലബിൾ ആണ്. വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ കൂടി ഇനേബിൾ ചെയ്യുക. അടുത്ത വീഡിയോയുമായി കാണാം. താങ്ക്